ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മളിപ്പം കൊല്ലങ്കോടാണുള്ളത്. കൊല്ലങ്കോടിലെ നെടുമണി എന്ന ഭാഗത്താണുള്ളത്. നമ്മുടെ പ്രകൃതി സുന്ദരമായ നമ്മുടെ കൊല്ലങ്കോടിലെ ഗ്രാമപ്രദേശങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ലോകത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ കാണേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട 10 പ്രധാനപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഗ്രാമപ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ കൊല്ലങ്കോട്. അതിൽ നമുക്ക് കേരളത്തിലെ എല്ലാവർക്കും അഭിമാനിക്കാം, പ്രത്യേകിച്ചും പാലക്കാടുകാർക്ക് ഏറ്റവും അഭിമാനിക്കാം. അപ്പം നമ്മൾ ഈ കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പുറകിൽ നല്ല നെല്ലിയാമ്പതി മലനിരകളുണ്ട്, അപ്പം തെങ്ങിൻ തോപ്പുകളുണ്ട്, പിന്നെ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ചെറുതായി മഴയൊക്കെ കിട്ടിയത് കൊണ്ട് നെൽപ്പാടങ്ങളൊക്കെ കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗ്രാമീണ സൗന്ദര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്കും ഇവിടെ വരുന്നുണ്ട്. വളരെയധികം ഫ്രണ്ട്സ്, നമ്മൾ കൊല്ലങ്കോട് കുടിലിടം കാണാൻ വേണ്ടി എത്തിയിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാനായിട്ട്. അപ്പം 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ, ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട കരകൗശല വസ്തുക്കളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. എല്ലാം വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പം പഴയകാലത്തെ കാളവണ്ടി, പിന്നെ അതുപോലെ പോത്തുവണ്ടി, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രാക്ടറിന് പണ്ട് ഉപയോഗിച്ചിരുന്ന വീലുകളും, പിന്നെ നിറയെ കുടിലിടങ്ങളും, പിന്നെ വൈക്കോൽ തുറും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിരിക്കും. ഒരു പ്രകൃതിയുടെ എല്ലാ സുഖവും നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഒരു കുറച്ച് സമയം അവിടെ നമുക്ക് ചിലവഴിക്കാനുള്ള എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. ഈ പുതിയ കാലത്തെ ജീവിത രീതിയിൽ നിന്ന് ഈ കുട്ടികൾക്കെല്ലാം എന്താണ് കൃഷി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തു പോയി കണ്ട് മനസ്സിലാക്കാനും ആ വരമ്പിലൂടെ നടക്കാനും എല്ലാം സാധിക്കും. വളരെ നല്ലൊരു അനുഭവമാണ്. അതുപോലെ നല്ല ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല കാറ്റും ഒരു ചെറിയ ഇളം വെയിലും ഒക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റും.
സജിക്കൊന്നും സംസാരിക്കാനില്ലേ? ഏതാ സ്ഥലം? ഏത് സ്ഥലത്താണ് വന്നിരിക്കുന്നത്? നമ്മളിപ്പം കൊല്ലങ്കോടാണുള്ളത്. കൊല്ലങ്കോട് നമ്മളിപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന കൊല്ലങ്കോടിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. വയലോലങ്ങൾ ഇന്ത്യയിൽ കാണേണ്ട 10 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കൊല്ലങ്കോടിലെ വയലുകൾ. ആ വയലിൻ്റെ ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ വളരെയധികം ടൂറിസം അട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. വളരെ ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിലെല്ലാം. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം, എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവരും ഇവിടത്തേക്ക് വരിക. അധികം ചിലവൊന്നുമില്ല. ഇവിടെ എത്തിയാൽ ആകെ ഒരു 20 രൂപയുടെ ടിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഗ്രാമീണ ഭംഗി വേണ്ടുവോളം ആസ്വദിച്ചു പോവാം. കുടിലിടം എന്നാണ് ഈ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന നെൽവയലുകളെല്ലാം പ്രൈവറ്റ് ആളുകളുടേത് തന്നെയാണ്. അപ്പം ഈ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊല്ലങ്കോട് പഞ്ചായത്തും ഈ MLA ബാബു സാറും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മനോഹാരിത. അപ്പം കുടിലിടം എന്ന് പേരിട്ടത് കൊണ്ട് തന്നെ ധാരാളം കുടിലിടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പഴയ കാലത്ത് ഏറുമാടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് കൃഷിക്ക് കാവൽ നിൽക്കാൻ ായിട്ട് ആളുകൾ ഇവിടെ താമസിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു അത്. അപ്പം ഇന്ന് അത് ടൂറിസത്തിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യുകയും കൂടെ ചെയ്തു. ആദ്യം നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു കുടിലിടം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നീട് ഇപ്പം ധാരാളം ഈ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെയെല്ലാം ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ താഴെ പച്ച വിരിപ്പും മേലിൽ നീലാകാശവും ഈ മലയും എല്ലാം കൂടെ പശ്ചാത്തലം ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ഗ്രാമീണ ഭംഗി, യഥാർത്ഥ ഗ്രാമീണ ഭംഗി കാണുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം എന്തായാലും കണ്ണിന് കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ച തന്നെയാണിത്. അപ്പം നിങ്ങളും എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കണം കേട്ടോ. ഇപ്പം നെൽകൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്. അപ്പം അതിനുവേണ്ടി ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് നെൽവിത്തുകൾ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് അല്പം കൂടി വളരുമ്പോഴാണ് ഇവർ മറ്റു നെൽപ്പാടങ്ങളിലേക്കെല്ലാം ഇത് പറിച്ച് നടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള നെൽകൃഷിയാണ് നമ്മുടെ നടത്തുന്നത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്ന 3 രീതിയിലുള്ള സീസണിലാണ് കൃഷി നടത്തുന്നത് കേട്ടോ. നോർമൽ വിരിപ്പും മുണ്ടകൻ എന്നുള്ളത് എല്ലാ കൃഷിസ്ഥലങ്ങളിലും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഈ പുഞ്ച കൃഷി എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യലാണ്. ധാരാളം വെള്ളം ആവശ്യമുള്ള ഒരു കൃഷിയാണ്. കാരണം വേനൽക്കാലത്താണ് അത് കൃഷി ഇറക്കുക. അതുകൊണ്ട് ജലസേചന സൗകര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ പുഞ്ചകൃഷി ചെയ്യാൻ കഴിയുള്ളൂ. അത് പൊതുവെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് കൃഷി ഇറക്കുക. നല്ല വേനൽക്കാലമായിരിക്കും. സ്വന്തമായി വെള്ളം നൽകാനൊക്കെ കഴിവുള്ള കൃഷിക്കാർ മാത്രമേ കൃഷി ഇറക്കുക. ഗ്രാമപ്രദേശങ്ങളാണ് നിങ്ങൾ ഞങ്ങളുടെയും കുട്ടിക്കാലത്ത് ഇതുപോലുള്ള വരമ്പുകളിലെല്ലാം ഞങ്ങൾ മൂടി നടന്നിട്ടുണ്ട്. വയലുകളിൽ പണിയെടുക്കുന്ന പണിക്കാർക്ക് വേണ്ടി ചായയും കഞ്ഞിയും എല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ചേറും ചെളിയൊക്കെ നിറഞ്ഞിരിക്കുന്ന പാടങ്ങളിൽ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ചിട്ടായിരിക്കും നടക്കുക. അല്ലെങ്കിൽ എല്ലാം ചെരുപ്പും ചെളിയിൽ താഴ്ന്നു പോകുമായിരുന്നു.
പിന്നീട് വയൽ ആവാറാവുന്ന സമയത്ത് തത്തയും മറ്റുമൊക്കെ ഇവിടെ വന്ന് നെൽകുത്ത് കൊത്തിക്കൊണ്ട് പോവാതിരിക്കാനായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഓരോ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ പഴയ തകരപ്പാട്ടകളിലെല്ലാം വടികൊണ്ട് കൊട്ടിയിട്ടാണ് ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കി അവയെല്ലാം ഓടിക്കാറ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ കൊല്ലങ്കോട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഗ്രാമീണ ഭംഗി നമ്മുടെ പാലക്കാടിന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. പാലക്കാടിൻ്റെ കൊല്ലങ്കോട് മാത്രമല്ല എന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ബൈ.